ഈ IRGCയെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് PM നാരായൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. IRGCയെ സംബന്ധിച്ചിടത്തോളം അവരൊരു മുറിവേറ്റ സിംഹത്തിൻ്റെ ഒരു കാറ്റഗറിയിലോട്ട് വരണം. കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതുപോലെ അവർക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. ആ അവസരം കളയുവാൻ അവരൊരിക്കലും തയ്യാറാവുകയില്ല. ഇപ്പോൾ പറയും വീണ്ടും വെടിനിർത്തൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാര്യം ടെക്നിക്കലി സ്പീക്കിംഗ് ഉപരോധം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ വാർ. അവർക്കൊന്നും ചെയ്യാൻ ഒരു സൈഡിൽ കൂടെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുക, പിന്നെ പറയുക സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്, ഈ IRGCയെ സംബന്ധിച്ചിടത്തോളം എൻഡ്യൂറൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു ട്രൂപ്സാണ്, എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു ട്രൂപ്സാണ്. അവരെ വളരെ പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ പ്രയാസമാണ്. ഇപ്പം ഹോർമുസ് കടലിടുക്കില് കാരണം വെച്ച് കഴിഞ്ഞാൽ US വളരെ ക്ലവർ ആയിട്ട് ഉപരോധം ഏർപ്പെടുത്തുന്നു. ദേ ആർ ഡൂയിങ് ദ ഔട്ടർ കോർഡൺ, ഇന്നർ കോർഡൺ അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഔട്ട്സൈഡ് കോർഡനാണ്. അതായത് ഇവിടുന്ന് വരുന്ന ഷിപ്സ് വളരെ ദൂരെ എത്തിയതിനു ശേഷം മാത്രം അവരുടെ റേഞ്ചിൽ വന്നതിന് ശേഷമാണ് അവരെ ഇൻസ്പെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുകയോ ചെയ്യുന്നത്. അല്ലാതെ ഹോർമസ് കടലിടുക്കിലോട്ട് ഒരു US കപ്പലും വന്ന് അവർ കോർഡൺ ചെയ്യുന്നില്ല, അവരതിനെ ചെക്ക് ചെയ്യുന്നില്ല, ഒരു കാരണവശാലും ചെയ്യുന്നില്ല. അപ്പൊ ആ സെർച്ചിങ് പ്രൊസീജിയർ എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പോഴും കിട്ടുന്നത് ഇറാന് തന്നെയാണ്. ഹോർമുസിൽ ഇറാനാണ് അതിന്റെ അപ്രമാദിത്യം ഉള്ളത്. ആ ഇറാന്റെ അതായത് IRGC സ്മോൾ ബോട്ടിലാണ് ചെന്നിട്ട് കൺട്രോൾ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നത് ഓരോ ഷിപ്സിനെയും. അത് അവർക്ക് അതിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. നേരെ മറിച്ച് US ഷിപ്പ്, ബാറ്റിൽ ഷിപ്പ് എന്തെങ്കിലും ആ ഹോർമോസ് നിയർ ബൈ ഉണ്ടെങ്കിൽ ഈ IRGCക്ക് സ്മോൾ ബോട്ടിൽ പോയി അവരെ കീഴടക്കാൻ പറ്റില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പം ബാറ്റിൽ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്ക പെട്ടുകിടക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ട്രൂപ്സിനെ കുറെ ഷിപ്സിൽ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്, ഷിപ്സിലുണ്ട് മറൈൻസ്. പക്ഷെ അവരുടെ മൊറാൽ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഒരു ആക്ഷന് വേണ്ടി നിഷാദെ ഒരു ട്രൂപ്സിന് ഒരു മിഷൻ കിട്ടുന്നു. ഒരു മിഷൻ കിട്ടിയിട്ട് ആ മിഷന് വേണ്ടി വൺ ഹാസ് ടു ഡു ഇറ്റ് മേ ബി എ വീക്ക്, മേ ബി 2 വീക്സ്. അതിനോടകം തന്നെ ആക്ഷൻ ഒക്കെ നടന്നിരിക്കും. അപ്പോഴാണ് ട്രൂപ്സിന് ആത്മവീര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഫാറ്റിഗു അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലെഥാർജിക് ആയിരിക്കുകയാണ് ട്രൂപ്സ്. യാതൊരുവിധ മൊറാലും ഇല്ല അവർക്ക്. മദർലാൻഡുമായിട്ട് അല്ലെങ്കിൽ അവരുടെ രാജ്യവുമായിട്ടുള്ള കോണ്ടാക്ട്സ്, നല്ല രീതിയിലുള്ള റെസ്റ്റ് ആൻഡ് ലെഷ്വർ, ഇതൊന്നും കിട്ടുന്നില്ല. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് US ട്രൂപ്സ് ഫൈറ്റ് ചെയ്യാതെ തന്നെ അവർ ഫെയിൽ ആകുമെന്നുള്ള ഒരു കണക്കൂട്ടലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം അവർ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ കാണുന്നത്, ഇത് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ മീഡിയേഷൻ നടത്തുന്നു. ആർക്ക് വേണ്ടി മീഡിയേഷൻ നടത്തുന്നു? നിഷാദ്, മീഡിയേഷൻ നടത്തണമെങ്കിൽ ഇതിനകത്തെ പ്രധാനപ്പെട്ട കണ്ണികൾ ആരൊക്കെയാണ്? ഇസ്രയേൽ, US, ഇറാൻ. ഇതിനകത്തെ മാസ്റ്റർ മൈൻഡ് എല്ലാം എനിക്കത് മനസ്സിലാവുന്നില്ല. മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ആരാണ്? ഇസ്രയേലാണ്. ഇസ്രയേലിനെ നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവന്ന എല്ലാം തീർന്നില്ല കാര്യം. പക്ഷെ ഇസ്രയേലിനെ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് അവർ ആ ലെബനുമായിട്ടുള്ള കണ്ടീഷൻ അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ US-നേക്കാളും വേസ്റ്റ് ആയിട്ട് മോസ്റ്റ് റിലയബിൾ, ഒട്ടും തന്നെ റിലയബിലിറ്റി ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് ഇസ്രയേൽ മാറിയിരിക്കുകയാണ്. അപ്പൊ അവരെ നെഗോഷിയേഷൻ ടേബിളിൽ ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാതെ ഇവിടെ എന്തൊക്കെ സീസ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് യാതൊരുവിധ മൂല്യവും ഉണ്ടാവില്ല. പെർമനന്റ് സീസ് ഫയർ ഒരിക്കലും ഉണ്ടാവില്ല. അത് അശാന്തി എന്ന് പറയുന്നത് ആ റീജിയനിൽ അങ്ങേയറ്റം അശാന്തിയായിരിക്കും. എസ്പെഷ്യലി GCC കൺട്രീസിലാണ്. അപ്പൊ GCC കൺട്രീസിൽ അശാന്തിയാണെന്ന് പറയുവാനുള്ള കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഐ എം നോട്ട് എ ക്രിറ്റിക്, വിമർശകനല്ല. എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ വിദേശകാര്യത്തിൽ ഈ ഒരൊറ്റ ആക്ഷനിലൂടെ നമ്മൾ റീതിങ്ക് ചെയ്ത് നമ്മൾ കൂടുതൽ റഷ്യയുമായിട്ട് അടുക്കാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മൾ വളരെ ദൂരെ റഷ്യയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു ഒരു സന്ദർഭത്തിൽ. അത് വീണ്ടും തിരിച്ചെടുക്കുന്നു. അതേ കൺസെപ്റ്റ് GCC കൺട്രീസ് എടുത്തു വരുവാണ്. GCC കൺട്രീസ് വീണ്ടും ചിന്തിക്കും, again we have to go with the US or not. നമ്മൾ അവരുടെ താവളങ്ങൾ അവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ അടികൊള്ളുന്നത്, അതായത് വേറൊരു രാജ്യത്തിന്റെ താവളം അവിടെ എത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അടികൊള്ളേണ്ട ആവശ്യമുണ്ടോ? നേരെ മറിച്ച് ഇറാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ലോജിക് ഉണ്ട്. കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഉപരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ വാർ ആണ്. അതായത് വാർ പോളിസിയിൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനെ കോർഡൺ ചെയ്ത് വെച്ചിട്ട് ഒന്നും അനങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാർ തന്നെയാണ്. ഇറ്റ്സ് എ വാർ ലൈക്ക് സിറ്റുവേഷൻ. പിന്നെ പറയുകയാണ് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു. വാട്ട് കൈൻഡ് ഓഫ് സീസ് ഫയർ ഈസ് എക്സ്റ്റെൻഡഡ്?
എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? അതായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ US എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമ്പേ നാണം കെട്ട് തിരിച്ചു പോവുക. ഏറ്റവും ആദ്യം പറഞ്ഞു, ഞാൻ എപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, യൂണിലാറ്ററൽ സീസ് ഫയർ ഡിക്ലെയർ ചെയ്യുക. ഒരു രാജ്യം പറയുന്നത് വളരെ വെൽ എക്യുപ്ഡ് ആയിട്ട് ഫൈറ്റിങ്ങിന് വേണ്ടി വന്നതിന് ശേഷം അവർ ഫൈറ്റ് ചെയ്തിട്ട് ഒന്നും പറ്റുന്നില്ല, വീണ്ടും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രാറ്റജിക്കായിട്ടും സൈനികമായിട്ടുള്ള പരാജയത്തിന്റെ സൂചന അതിലുണ്ട് എന്നാണ് ശ്രീ മോഹനൻ പിള്ള പറയുന്നത്. ശ്രീ PM നാരായണൻ, നോക്കൂ, 22-ന് ശേഷം യുദ്ധം പുനരാരംഭിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്കറിയാം. ഈ യുദ്ധത്തിൽ നമുക്ക് ലക്ഷ്യം പൂർണ്ണമായും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന അഭിപ്രായം ഇസ്രായേലിനുണ്ട്. കാരണം പ്രത്യാക്രമണ ശേഷി ഇല്ലാത്ത ഉള്ള ഒരു രാജ്യമാക്കി മാറ്റുകയും അവിടുത്തെ ഭരണകൂടം നമുക്ക് താല്പര്യമുള്ളവരായി മാറുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഒപ്പം